ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനും മോളും ഞങ്ങളുടെ ഫ്രണ്ടും. അവളുടെ പേര് സിബി എന്നാണ്. അപ്പം അവളുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം പുള്ളിക്കാരിക്ക് സർപ്രൈസായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അത് വാങ്ങിക്കാനായിട്ട് പുറത്ത് പോവുക. ഞങ്ങൾ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഉച്ച സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഇതാ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങാണ്, അപ്പാർട്ട്മെൻറ്റ്. ഷൈൻ സെൻസാർ എന്നാണ് പേര്. ഞങ്ങൾ താമസിക്കുന്നത് ആസാം ഗുവാഹട്ടിയിലാണ്. എയർപോർട്ട് സൈഡാണ് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഓപ്പോസിറ്റ് BSF ക്യാമ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ ഫ്രണ്ടിൽ നിന്ന് ചെറിയ ഓട്ടോ പോലെയൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കയറി ബസ് സ്റ്റോപ്പിലോട്ട് പോകും. അവിടെ നിന്ന് വീണ്ടും ഷെയർ ഓട്ടോ വഴി പോകും. അങ്ങനെയാണെന്ന്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട് അവിടെ വരും. കുറച്ച് അധികം നാളുകൾക്ക് മുമ്പുള്ള വീഡിയോയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ രണ്ടാമത് വരാറായി. ഇടാനായിട്ട് പറ്റിയില്ലായിരുന്നു. വീഡിയോസ് ഇതണക്ക് ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും അങ്ങോട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടിയിലാട്ടോ നമ്മൾ പോകുന്നത്. ഷെയർ ഓട്ടോ എന്നാണ് ഇതിനിവിടെ പറയുന്നത്. ഞങ്ങൾ 2 കടകൾ കയറിയിട്ടുണ്ട്. കടകൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ എടുത്തില്ല. രണ്ടാമത്തെ ദിവസം പോയപ്പോഴാണ് ഞങ്ങൾ ഒരു കടയുടെ വീഡിയോ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കുന്നത്. ഇത് V2ൻ്റെ ആട്ടോ. ഇപ്പോൾ ഈ എടുക്കുന്നത് ഇത് ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയപ്പോൾ എടുത്തതാണ്. കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും അങ്ങനെ കവർ ചെയ്തെടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. പറ്റുന്നത് അത്രയും എടുത്തിട്ട് ഒരു 3 ദിവസത്തെ വീഡിയോ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഞങ്ങൾ ആസാമിലായിരുന്നു താമസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഞങ്ങൾ ആസാമിൽ നിന്ന് പോസ്റ്റിങ് അങ്ങ് ത്രിപുരയിലോട്ടായിട്ട് ഞങ്ങൾ ത്രിപുരയിലായിട്ടോ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആസാമിൽ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചത് ഇടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ത്രിപുരയിലെത്തിയിട്ട് 20 ദിവസമായി. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ തന്നെ ഉള്ളത് കേട്ടോ ഈ 2 കടകളിലും. പിന്നെ ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളും എല്ലാം ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ആദ്യത്തെ ദിവസം പർച്ചേസിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസവും വരണമായിരുന്നു. അപ്പം ഞങ്ങളൊരു ഉച്ച സമയത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലേറ്റായിട്ട് വരാനും പറ്റത്തില്ല. നമുക്ക് തിരിച്ച് വീട്ടിലും വരണം. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് 2 ദിവസം പോവേണ്ടി വന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ആട്ടോ അത്. അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ദിവസം പോവാം കേട്ടോ അങ്ങോട്ട്. ആദ്യത്തെ ദിവസം കടയിൽ നിന്ന് വാങ്ങിച്ച ബാഗ് ഇട്ടുകൊണ്ടാണ് മോള് രണ്ടാമത്തെ ദിവസം ഇറങ്ങിയത്. അവൾക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുതിയ വാങ്ങിച്ചു കൊടുത്തേ കേട്ടോ ആ ബാഗ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്നേരവും ഒരു ഉച്ച സമയമൊക്കെ തന്നെയായിരുന്നു. താമസിക്കുന്നിടത്തുനിന്ന് ഈ ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട്, ഈ ഷോപ്പിലോട്ട് പോകാനായിട്ട് ജാലുക്വാടി എന്നാട്ടോ ഇവിടുത്തെ പേര്. അപ്പോൾ നമ്മൾ അവിടോട്ട് പോകാനായിട്ട് ഒരു 10, നമ്മൾ പോകുന്ന ഷോപ്പ് വരെയുള്ളൊരു ദൂരം ഒരു 10-12 കിലോമീറ്ററിന് അകത്താണ്. 10-നും 12-നും അകത്താട്ടോ ഉള്ളത്. അത്രയും ദൂരം ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ തന്നെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളും എല്ലാം ഉണ്ട്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഭയങ്കര കുറവാണ്. കൊച്ചു കൊച്ചു തുണിക്കടകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും ഇതേപോലെ വന്ന് തുണിയൊക്കെ എടുക്കാൻ പറ്റിയ അത്രയും സ്പേസൊക്കെ ആയിട്ടുള്ള കടകളൊക്കെ ഇത്രയും ദൂരോട്ടൊക്കെ വരണം നമ്മൾ. അപ്പം ഞങ്ങൾ ആദ്യം V2ലെ വീഡിയോ അല്ലേ ഞാൻ ഫസ്റ്റ് ദിവസം കാണിച്ചത്. ഇതിപ്പോൾ സിറ്റി കാർട്ടിലെ വീഡിയോ ആയിട്ടോ. എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം എടുക്കുന്ന കുറച്ച് പാടാ. കാര്യം അവൾ കിടന്ന ഓട്ടമായിരിക്കും. അപ്പം കുഞ്ഞിൻ്റെ പുറകിന് പോകണം. അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ദിവസം പോയപ്പോഴും V2ലും കയറി സിറ്റി കാർട്ടിലും കയറി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോയി. പിന്നെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന കേട്ടോ ഇത്. ഞങ്ങൾ ഒരു 4-5 ഫാമിലി ഉണ്ട് കേട്ടോ. ഞങ്ങൾ 4-5 ഫാമിലി അടുത്തടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫംഗ്ഷൻ വന്നാൽ എല്ലാവരും കൂടെ ഒത്തുകൂടും. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. ഫുഡ് ഞങ്ങൾക്ക് സദ്യയായിരുന്നു കേട്ടോ. എല്ലാം അവൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.